ഓൾ, എക്സാം ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC KAS എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എക്സാം പാറ്റേൺ എന്തൊക്കെയാണ്, നിലവിലുള്ള വേക്കൻസീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ലെവലിലായിരിക്കും നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2024 എക്സാം പാറ്റേൺ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഉള്ള എക്സാംസ് പോലെ തന്നെ ഇതും 3 phases ആയിട്ടാണ് നടത്തുന്നത്. 2 റിട്ടൺ എക്സാമും ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. MCQ 200 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് നമുക്ക് വരുന്നത് മെയിൻസ് ആണ്. മെയിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് essay അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. 300 മാർക്സിനാണ് മെയിൻസ് എക്സാം നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ തേർഡ് ഫേസ് വരുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ മോസ്റ്റ്ലി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലെയാണ് ഉണ്ടാവുക. 50 മാർക്സ് ആണ് അതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേണിൽ വന്നിട്ട് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞു, നമുക്ക് 2 മോഡിലാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് എക്സാമും ഉണ്ട്. അപ്പോൾ ഈ 2 പേപ്പേഴ്സും ഓഫ്ലൈൻ മോഡായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. രണ്ടും MCQ ടൈപ്പ് തന്നെ ആയിരിക്കും. പ്രിലിമിനറി എക്സാമിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാ എക്സാമിനുള്ള പോലെ തന്നെ മാർക്ക് 1 മാർക്ക് ആയിരിക്കും. നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. തെറ്റായിട്ടുള്ള ആൻസർ നമ്മൾ എഴുതുവാണെങ്കിൽ 0.25 മാർക്സ് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പേപ്പറിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ സ്റ്റഡീസ് ഉണ്ട്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ഉണ്ട്. പേപ്പർ 2 പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് വരുന്നുണ്ട്. ഇതിൽ ഡിഫറൻസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻസിലും. പേപ്പർ 1 നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാക്സിമം മാർക്ക് 100 മാർക്കാണ്. രണ്ടിനും ഒരേ ടൈം ലിമിറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. ആൻഡ് പേപ്പർ 2 പാർട്ട് 1 ജനറൽ സ്റ്റഡീസിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് 50 ആയിരിക്കും. അതിനനുസരിച്ചുള്ള മാർക്കും 50 ആയിരിക്കും. പക്ഷേ ആ ടൈം വന്നിട്ട് അവിടെ ടോട്ടൽ 90 മിനിറ്റ്സ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പേപ്പർ 2 തന്നെ നമുക്ക് ലാംഗ്വേജും കൂടെ വരുന്നുണ്ട്. ഇംഗ്ലീഷും ഉണ്ട്. അതല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. മലയാളമാണോ തമിഴാണോ കന്നഡയാണോ എന്നുള്ള രീതിക്ക് അതിലും ക്വസ്റ്റ്യൻസ് വരും. ഇംഗ്ലീഷിൽ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് മലയാളം ആണെങ്കിൽ എനിക്ക് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മലയാളത്തിലുണ്ടാവുക. ഇതാണ് പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പേപ്പർ 2 വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ 90 മിനിറ്റ്സിൽ തന്നെ ആയിരിക്കും. ജനറൽ സ്റ്റഡീസും മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടി 90 മിനിറ്റ്സിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് പ്രിലിംസ് പാസ്സായവർക്ക് നമുക്ക് മെയിൻസ് എക്സാം ഉണ്ട്. മെയിൻസ് വന്നിട്ട് 3 പേപ്പേഴ്സായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുക. പേപ്പർ 1, പേപ്പർ 2 ആൻഡ് പേപ്പർ 3. 3 എണ്ണത്തിനും ഒരേ മാർക്സ് ആണ്, ഒരേ ടൈം ഡ്യൂറേഷനാണ് കിട്ടുക. മീഡിയമും സെയിം തന്നെ ആയിരിക്കും. ഇംഗ്ലീഷും ഉണ്ടാവും. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണോ അതും ഉണ്ടാവും. ഞാൻ മലയാളമാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഓർ മലയാളം ആയിരിക്കും എനിക്കുണ്ടാവുക. അപ്പോൾ ഇതിൽ മാക്സിമം മാർക്ക് നമുക്ക് കിട്ടുന്നത് 300 മാർക്സ് ആയിരിക്കും. ആ 300 മാർക്സ് പേപ്പർ 1 120 മാർക്സ് ആയിരിക്കും. പേപ്പർ 2 120 മാർക്സ് ആയിരിക്കും. പേപ്പർ 3 120 മാർക്സ് ആയിരിക്കും. ഈ 2 ഫേസസും കടന്നാൽ അടുത്തതാണ് നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂ മോസ്റ്റ്ലി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ മെൻ്റൽ എബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ടാവുക. അതിൽ നമുക്ക് 50 മാർക്സ് ഉണ്ട്. ഈ പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതായിരിക്കും മെയിൻസ്. അപ്പോൾ പ്രിലിംസിൽ നമ്മൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ നോക്കി കാണുന്നത്, ടോപ്പിക്സ് എങ്ങനെ ക്ലിയർ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് മെയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ എക്സാംസ് പോലെ തന്നെ KASലും പ്രിലിംസ് പഠിക്കുന്ന ടൈമിൽ തന്നെ മെയിൻസിൻ്റെ ടോപ്പിക്സും കൂടെ നോക്കി പോകുന്നത് നന്നായിരിക്കും. കാരണം പ്രിലിംസിൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് വരുന്നുണ്ട്. 2 പേപ്പേഴ്സാണ് നമുക്ക് പ്രിലിംസിൽ വരുന്നത് ആക്ച്വലി ജനറൽ സ്റ്റഡീസിൽ തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ സിലബസ് കവർ ചെയ്യാനുള്ളതും അത് തന്നെയാണ്. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ആൻഡ് കേരള ഹിസ്റ്ററി വരുന്നുണ്ട്. നമുക്ക് നോർമലി ഉള്ള PSC എക്സാംസിൻ്റെ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇതിൽ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണുള്ളത്. പക്ഷേ പഠിച്ച് കവർ ചെയ്ത് പോകാൻ എളുപ്പമാണ്. സിവിക്സും ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഇതിനകത്തും പഠിക്കാനുണ്ട്. പൊതുവേ റീസണിങ് എബിലിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ കുറവാണ്. അപ്പോൾ ഇങ്ങനെ മാത്സിൽ ഒരു ബുദ്ധിമുട്ടുള്ള കോഡിങ്, ഡീകോഡിങ് അതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു എക്സാം ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സോഷ്യൽ ബേസിക്സ് കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതലും KAS പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ മാത്സിന് അധികം വെയിറ്റേജ് ഇല്ല. പേപ്പർ 2 സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ പേപ്പർ 1 മോസ്റ്റ്ലി നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പേപ്പർ 2 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്കണോമിക്സ് റിലേറ്റഡും ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം വരുന്നത് പേപ്പർ 2.
അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഇത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ ബേസിക് ക്ലിയർ ആണെങ്കിൽ ഇത് പാസ്സാവാൻ നല്ല എളുപ്പമാണ്. കറണ്ട് അഫെയർസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ഇംഗ്ലീഷും മലയാളമാണ് പിന്നെ വരുന്നത്. മലയാളം കന്നഡ തമിഴാണ്. ഇംഗ്ലീഷ് ആക്ച്വലി കമ്പൽസറി ആണ്. ഇംഗ്ലീഷിൽ ടെൻസ്, സിനോണിംസ്, ഫ്രേസൽ വെർബ്സ്, ആൻറ്റണിംസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൻ്റെ ഈ ഒരു PDF ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിനകത്ത് എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലുള്ള PSC അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ അവിടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. നോട്ടിഫിക്കേഷൻ ഇപ്പോഴും കറൻ്റ്ലി അവൈലബിൾ ആണ്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ വന്നിട്ട് April 9th വരെയാണ് നമുക്ക് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. KAS നമ്മൾ അവിടെ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് 3 സെക്ഷൻസ് ആയിട്ട് കാണാം. 3 സ്ട്രീമിലാണ് ഉള്ളത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് സ്ട്രീം 1ൻ്റെ ആണ്. ആക്ച്വലി സ്ട്രീം 1 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം, അവർക്ക് പഠിച്ച് എക്സാം എഴുതാം. സ്ട്രീം 2 എന്ന് പറയുന്നത് ഓൾറെഡി പ്രൊബേഷണറി ഓഫീസേഴ്സ് ആയിട്ടുള്ളവർക്ക്, ഗവൺമെൻറ്റിൽ സർവീസിലുള്ളവർക്കുള്ളതാണ് സ്ട്രീം 2 ആൻഡ് സ്ട്രീം 3 എന്ന് പറയുന്നത്. സ്ട്രീം 3യും അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നവർക്കായിരിക്കും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ സ്ട്രീം 1 ആണ് ഫ്രഷേഴ്സിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റേറ്റ് ലെവൽ എക്സാം ആയിരിക്കും. സോ സിലബസ് നന്നായിട്ട് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസണിങ് കൈൻഡ് ഓഫ് ഏരിയ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. സോഷ്യൽ ബേസിക്സ് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടാക്സിനെ കുറിച്ചുള്ള അറിവാണെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസ് അങ്ങനെയാണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.